السلام عليكم ورحمة الله تعالى وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. له لن نعبد من خوف نارا ولا شوقا إلى ما في الجنان. അത്യധികം ആദരിക്കാൻ കടപ്പെട്ട ഉസ്താദുമാർ, പ്രിയപ്പെട്ട മുതഅല്ലിം സുഹൃത്തുക്കളെ, നാം ചെയ്യുന്ന അമലുകളെല്ലാം അല്ലാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കുക എന്ന ഏക ലക്ഷ്യത്തിലായിരിക്കണം എന്ന വിഷയത്തെ അധികരിച്ച് സംസാരിക്കാനാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ചിട്ടുള്ളത് ഒരു ഏക ലക്ഷ്യത്തിന് വേണ്ടിയാണ്. ആ ഏക ലക്ഷ്യം അല്ലാഹുവായ നാഥനായ റബ്ബിന് ഇബാദത്ത് ചെയ്യുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ദാരിയാത്തിലൂടെ പറയുന്നതായി കാണാം, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യവർഗത്തെയും ജിന്നവർഗത്തെയും അല്ലാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയാണ് സൃഷ്ടിച്ചിട്ടുള്ളതെന്ന് അല്ലാഹു തആല ഖുർആനിലൂടെ പറയുകയാണ്. നാം ചെയ്യുന്ന ഏതൊരു ഇബാദത്തും നാം നമ്മുടെ ജീവിതവുമെല്ലാം അത് അല്ലാഹുവിന്റെ തൃപ്തി, അവന്റെ സന്തോഷം കരസ്ഥമാക്കുക എന്ന ലക്ഷ്യത്തിലായിരിക്കണം. നാം ചെയ്യുന്ന അമലുകൾ അത് എത്ര കുറവാണെങ്കിലും ഇഖ്ലാസോട് കൂടെ ചെയ്യാൻ നമുക്ക് കഴിയണം. അതാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്. ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്തതായി കാണാം. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി അദ്വമുഹാ വഇൻ ഖല്ലാ. അല്ലാഹുവിനിക്ക് ഏറ്റവും തൃപ്തികരമായ അമല്, അല്ലാഹുവിനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള അമല് അത് ഇഖ്ലാസോടുകൂടെ എത്ര കുറവാണെങ്കിലും സ്ഥിരതയുള്ളതാകലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ചിട്ടുള്ളത് അവൻക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ്. നമ്മുടെ ലക്ഷ്യം സ്വർഗം നേടലും നരകമോചനവുമാണെങ്കിലും അതിനെല്ലാം പരമോന്നത ലക്ഷ്യം, നമ്മുടെ ഇബാദത്തിന്റെ പരമോന്നത ലക്ഷ്യമാകേണ്ടത് അത് ഏകനായ അല്ലാഹുവിന്റെ റിളയായിരിക്കണം. ബഹുമാനപ്പെട്ട ഫരീദുദ്ദീൻ അത്താർ തന്റെ തദ്കിറത്തുൽ അത്താറിൽ രേഖപ്പെടുത്തിയതായി കാണാം. സയ്യിദത്തുൽ ആശിഖീൻ ആബിദത്തുൽ ബസറ ബീവി റാബിഅത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹു അവിടുന്ന് പാടുന്നതായി കാണാം, ഇന്നി മഅബത്തുഹു ഖൗഫൻ മിൻ നാരിഹി വലാ ശൗഖൻ ഇലാ ജന്നതിഹി. ബീവി പറയുകയാണ്, ഞാൻ അല്ലാഹുവിനെ ആരാധിക്കുന്നത് അത് അല്ലാഹുവിന്റെ നരകത്തെ ഭയന്നതിന് വേണ്ടിയല്ല, അവന്റെ സ്വർഗത്തോടുള്ള ഇഷ്ടം കാരണവുമല്ല, മറിച്ച് അല്ലാഹു ഇബാദത്തിന് യോഗ്യനായ ഒറ്റ കാരണത്താലാണെന്ന് ബീവി മഹദി പറയുകയാണ്. അതാണ് നാം തുടക്കത്തിൽ പറഞ്ഞു വച്ചത്, ലഹു ലൻ നഅ്ബുദൻ മിൻ ഖൗഫി നാറാ വലാ ശൗഖൻ ഇലാ മാ ഫിൽ ജിനാനി. അതേ
അർത്ഥമാണ് ഈ ബൈത്തിലും സൂചിപ്പിക്കുന്നത്. നമുക്കറിയാം ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹു, ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹു ഉമയ്യത്ത് ഇബ്നു ഖലഫിന്റെ കീഴിൽ അടിമയായി ജീവിക്കുന്നവരായിരുന്നു. ക്രൂരനായ മക്കയിലെ മുശ്രിക്കുകളിൽ പ്രധാനിയായ ഉമയ്യത്ത് ഇബ്നു ഖലഫ് ആ ബഹുമാനപ്പെട്ട ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ ശാദ്വല തീരത്തിലേക്ക് കടന്നു വന്നതിനാൽ, ഇസ്ലാം പുൽകിയതിന്റെ പേരിൽ ബഹുമാനപ്പെട്ടവരെ അതികഠിനമായ മക്കയിലെ ചൂടിൽ ചുട്ട മണലാരുണ്യത്തിൽ വെച്ച് പീഡിപ്പിക്കുകയാണ്. മഹാനവരുടെ നെഞ്ചിലേക്ക് പാറക്കല്ല് കയറ്റി വെക്കുകയാണ്. എന്നിട്ട് ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്, ഓ ബിലാലേ, നീ നിന്റെ മതം ഉപേക്ഷിക്കണേ. അപ്പോൾ ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അഹദേ അഹദേ, ഏകൻ മാത്രം, ആരാധനക്കർഹൻ അല്ലാഹു മാത്രമെന്നായിരുന്നു. അചഞ്ചലമായ ഈമാനാണ്, അല്ലാഹ് എന്ന ഒരൊറ്റ ചിന്തയാണ്. ആ ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹു അവിടുത്തെ ഈമാനിന് പോറലേൽക്കാത്തത് അല്ലാഹുവിനോടുള്ള തൃപ്തി കാരണമായിരുന്നു. ബഹുമാനപ്പെട്ട ഉറുദു കവി അല്ലാമ ഇഖ്ബാൽ പറയുന്നതായി കാണാം, ബന്ദത്ത് ഹർകി ഇബാദത്ത് ഹേ ഫഖദ് ജസബ്ത് മുഹബ്ബത്തി, ഇസ്മീനെ ഉമ്മീദ് ജന്നത്തിനെ ഖൗഫ് ദോസഖ്. യഥാർത്ഥ ആത്മീയ ബോധ്യമുള്ള അടിമ അല്ലാഹുവിനെ ആരാധിക്കുന്നത് സ്നേഹത്തിന്റെ ആകർഷണത്താലാണ്. നരകത്തോടുള്ള ഭയം കാരണമല്ല, സ്വർഗത്തോടുള്ള തൃപ്തിയും കാരണമല്ല. ആധുനിക യുവ സമൂഹം ഇബാദത്തുകളെല്ലാം റീൽസിനും മറ്റിനും വേണ്ടി പ്രദർശിപ്പിക്കുമ്പോൾ നമ്മുടെ ഖൽബിലും അല്ലാഹ് എന്ന ചിന്ത വരേണ്ടതുണ്ട്. അല്ലാഹുവിന് വേണ്ട പോലെ ഇബാദത്ത് ചെയ്യേണ്ടതുണ്ട്. അല്ലാഹുവേ, നിനക്ക് വേണ്ട പോലെ ഇബാദത്ത് ചെയ്ത് നിന്റെ റിള കരസ്ഥമാക്കാൻ ഞങ്ങൾക്കും തൗഫീഖ് നൽകണേ. വാക്കുകൾ ഉപസംഹരിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.